എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കിടപ്പറയിൽ പങ്കാളിയെ ഉന്മാദ അവസ്ഥയിലെത്തിക്കാൻ ഈ ശരീരഭാഗത്തെ സ്പർശനം മാത്രം മതി എന്ന് പുതിയ പഠനങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ചുവടെ കൊടുത്തിട്ടുള്ള ആ ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. നിങ്ങളുടെ പങ്കാളിയെ സെക്സിന് വേണ്ടി തയ്യാറാക്കുക എന്നത് ഒറ്റ സ്പർശത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമല്ല. എന്നാൽ ചിലർ ഒറ്റ സ്പർശനം കൊണ്ട് ഉണർന്നേക്കാം. അത് വേറെ കാര്യം. സ്ത്രീകളുടെ ലൈംഗിക അവയവങ്ങൾ ഒഴിച്ച് മറ്റ് സ്ഥലങ്ങളിൽ സ്പർശിക്കാൻ പുരുഷൻ താല്പര്യപ്പെടാറുമില്ല. എന്നാൽ അധികം ആർക്കും അറിയാത്ത അഥവാ സ്ത്രീകൾ സ്പർശിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ചില സ്ഥലങ്ങൾ അവളുടെ ശരീരത്തിലുണ്ട് എന്നറിയാമോ നിങ്ങൾക്ക്? അതെ, സ്പർശനമാണ് സ്ത്രീ പങ്കാളിയെ ഉണർത്താനുള്ള ഏറ്റവും എളുപ്പവഴി. തൊടുക, അറിയാത്ത പോലെ വീണ്ടും തൊടുക. അങ്ങനെ കുറച്ച് നേരം കൊണ്ട് തൊടേണ്ട പോലെ തൊടേണ്ട സ്ഥലത്ത് തൊട്ടാൽ ഏത് പങ്കാളിയും ഉണരും. ഓരോ തവണ തൊടുമ്പോഴും അവനിലെ അല്ലെങ്കിൽ അവളിലെ വ്യത്യാസം അനുഭവിച്ചറിയുക. പങ്കാളികളെ ഉണർത്താനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി സ്പർശനം തന്നെയാണ്. അതിനായി തൊടുകയും അറിയാത്ത പോലെ വീണ്ടും തൊടുകയും ചെയ്തുകൊണ്ടിരിക്കുക. കൂടാതെ സെക്സിയായി ചിന്തിക്കുക, സെക്സിയായി പെരുമാറുകയും ചെയ്യുക. നിങ്ങൾ സെക്സിയാണെന്ന് നിങ്ങളുടെ പങ്കാളിക്ക് സ്വയം തോന്നാനിത് സഹായകമാവും. അതുപോലെ അല്പവസ്ത്രമിട്ട് നിന്നാൽ മാത്രം സെക്സിയാകില്ല എന്ന തിരിച്ചറിവാണ് ആദ്യം വേണ്ടത്. പങ്കാളിയിൽ നിന്ന് ഒന്നും ഒളിപ്പിച്ച് വെക്കാനില്ല എന്നും അവൻ അല്ലെങ്കിൽ അവൾ കാണാത്തതൊന്നും തനിക്കില്ല എന്നും ഉള്ള തോന്നൽ നിങ്ങളെ കൂടുതൽ സെക്സിയാക്കി മാറ്റുന്നു. അതുപോലെ ലൈംഗിക ബന്ധത്തിനിടയിൽ മുഖത്തിനുള്ള സ്ഥാനം എന്താണെന്നറിയാമോ? പുരുഷന്മാർ പലപ്പോഴും ചുണ്ടുകൾ മാത്രമേ ശ്രദ്ധിക്കൂ. എന്നാൽ സ്ത്രീ രതിമൂർച്ചയിലെത്തുന്ന സമയത്ത് അവൾ ഏറ്റവും കൂടുതൽ സ്പർശനം ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം മുഖത്തുണ്ട്. മുഖം കയ്യിലെടുത്തിട്ട് സ്ത്രീകളുടെ പുരുകത്തിൻ്റെ മുകൾ ഭാഗം മസാജ് ചെയ്തു കൊടുക്കാൻ അവൾ തീവ്രമായി ആഗ്രഹിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. മുഖത്താണ് എല്ലാ വികാരങ്ങളും പ്രതിഫലിക്കുന്നത്. അതിനാൽ മുഖത്തിൻ്റെ മർമ്മസ്ഥാനങ്ങളിലൊന്നായ നെറ്റിത്തടത്തിൽ മൃദുവായി മസാജ് ചെയ്യുന്നത് സ്ത്രീകളുടെ വികാരം ഇരട്ടിപ്പിക്കും. അതുപോലെ വികാരം ജനിപ്പിക്കുന്ന ഒന്നാണ് ചെവികൾ. ചെവിയുടെ വശങ്ങൾ അഥവാ കമ്മൽ കിടക്കുന്ന ഭാഗമല്ല, അതിൻ്റെ മുകൾ ഭാഗം. 2 വിരലുകൾ കൊണ്ട് മസാജ് ചെയ്യുന്നത് സ്ത്രീകൾ വളരെ താല്പര്യത്തോടെ ആസ്വദിക്കും. അതുപോലെ നാവ് കൊണ്ട് ചെവികൾ മസാജ് ചെയ്യാം. കഴുത്താണ് സ്ത്രീകൾ സ്പർശനം ആഗ്രഹിക്കുന്ന മറ്റൊരു സ്ഥലം. തല അല്പം ചെരിച്ചു വച്ച് കഴുത്തിൽ, അതുപോലെ പ്രത്യേകിച്ച് തൊണ്ടയിൽ മൃദുവായി ചുണ്ടുകൾ കൊണ്ട് കടിക്കുന്നതും സ്ത്രീകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. കഴുത്തിൽ അനേകം നെർവെൻ്റ് ഉള്ളതിനാൽ സംവദന ശക്തി അവിടെ കൂടുതലായിരിക്കുമെന്നും അതുകൊണ്ട് അവിടങ്ങളിലെ സ്പർശനം സ്ത്രീയെ രതിമൂർച്ചയുടെ മറ്റൊരു തരത്തിലെത്തിക്കുമെന്നും പറയുന്നുണ്ട്. വിരലുകൾ പൊതുവെ ആരും ശ്രദ്ധിക്കാറില്ല. എന്നാൽ സെക്സിൽ വിരലുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. സ്ത്രീകൾ വളരെയേറെ സ്പർശനം ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണത്. കൈകൾ നിവർത്തിപ്പിടിച്ച് പതിയെ അവളുടെ കൈകളിലൂടെ വിരലുകൾ വരെ തലോടുക. സാവധാനം ചെയ്യുന്ന ഈ പ്രവൃത്തി സ്ത്രീകളെ വേഗം രതിമൂർച്ചയിലെത്തിക്കും. അതുപോലെ കൈകളുടെ അകവശം ഏറ്റവും സെൻസിറ്റീവായ സ്ഥലമാണ്. മറ്റൊരു സ്ഥലം സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് കാൽമുട്ടുകളുടെ ഉൾവശമാണ്. കാൽമുട്ടുകളുടെ പിന്നിൽ മൃദുവായി തലോടുന്നതും ചുംബനം നൽകുന്നതും സ്ത്രീകൾ സെക്സിനിടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ വിഷയം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയവുമായി മറ്റൊരു ദിനം കാണാം. അതുവരേക്കും ബൈ.